നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസാരഥ്യം അഡ്വക്കേറ്റ് വി രാജേഷ് ഏറ്റെടുത്തതോടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പുതിയൊരു രാഷ്ട്രീയ ഭരണയുഗത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ട് പുതിയ മേയർ തൻ്റെ ഔദ്യോഗിക കസേരയിൽ ഇരുന്ന ഉടനെ സ്വീകരിച്ച ഒന്നാമത്തെ പരാതി മുൻ ഭരണസമിതിയുടെ അഴിമതികളെക്കുറിച്ചുള്ളതാണ് എന്നത് ഭരണരംഗത്തെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയായി കണക്കാക്കാം. കേവലം ഒരു അധികാര കൈമാറ്റത്തിനപ്പുറം കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയിൽ നടന്നതായിട്ട് പറയപ്പെടുന്ന ഭരണപരമായിട്ടുള്ള അപജയങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണകാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും ക്രമക്കേടുകളും സംബന്ധിച്ച് മുൻ കോൺഗ്രസ് കൗൺസിലർ ശ്രീകുമാറാണ് തെളിവുകൾ സഹിതം പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്ന കാലം മുതൽ വി രാജേഷും കൂട്ടരും ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഒരു ഔദ്യോഗിക പരാതിയുടെ രൂപത്തിൽ പുതിയ ഭരണസമിതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിന് വലിയ നിയമസാധുത കൈവരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലയളവിൽ നടന്ന ഓരോ സാമ്പത്തിക ഇടപാടുകളും സുതാര്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന പൊതുജനങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യത്തിന് ഈ നീക്കം കരുത്തു പകരുന്നു. ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം നഗരസഭയിലെ പിൻവാതിൽ നിയമനങ്ങളാണ്. പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാൻ മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ചുവെന്ന ആക്ഷേപം നഗരസഭയുടെ വിശ്വാസത്തെ തന്നെ തകർത്തിരുന്നു. മുൻപ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യമുയർന്നുവെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ വിഷയം ഒതുക്കി തീർക്കാനാണ് അന്നത്തെ സർക്കാർ ശ്രമിച്ചതെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. പുതിയ ഭരണസമിതിയുടെ കീഴിൽ ഈ നിയമനങ്ങളെക്കുറിച്ചുള്ള പുനരന്വേഷണം നടക്കുന്നത് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാനായിട്ട് സഹായിക്കും. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് സർക്കാർ നീക്കിവെച്ച ക്ഷേമനിധിയിൽ നടന്ന ക്രമക്കേടുകൾ അതീവ ഗൗരവത്തോടെയാണ് പുതിയ മേയർ കാണുന്നത്. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ട് ലഭിക്കേണ്ട 30,000 രൂപയിൽ നിന്ന് വെറും 3,000 രൂപ മാത്രം ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും ബാക്കി തുക ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് തട്ടിയെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള അഴിമതിയുടെ ഉദാഹരണങ്ങളാണ്. ഇത്തരം ഫണ്ട് തട്ടിപ്പുകൾ ഒന്നിലധികം തവണ ആവർത്തിച്ചിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുൻ ഭരണസമിതി തയ്യാറായില്ല എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. നഗരസഭയുടെ വരുമാന സ്രോതസ്സായിട്ടുള്ള കെട്ടിട നികുതി പിരിവിൽ തന്നെ നടന്ന അട്ടിമറികൾ അത് നഗരസഭയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. നികുതിയായി വലിയ തുകകൾ ഈടാക്കിയെങ്കിലും അവ നഗരസഭയുടെ ഔദ്യോഗിക കണക്കുകളിൽ രേഖപ്പെടുത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ നഗരസഭയുടെ കീഴിലുള്ള വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇൻഷുറൻസിനുമായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായിട്ട് രേഖകളുണ്ടെങ്കിലും പല വാഹനങ്ങളും നിലവിൽ കട്ടപ്പുറത്തോ അല്ലെങ്കിൽ കാണാനില്ലാത്ത അവസ്ഥയിലോ ആണെന്ന് പറയപ്പെടുന്നു. ഈ സാങ്കേതികവും ഭരണപരവുമായിട്ടുള്ള വെട്ടിപ്പുകളെക്കുറിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് പരാതിയിൽ അടിവരയിടുന്നു. നഗരസഭയിലെ കരാർ ജോലികളും കൊട്ടേഷനുകളും ഒക്കെ തന്നെ പാർട്ടി അനുഭാവികൾക്കും ബന്ധുക്കൾക്കും മാത്രമായിട്ട് വീതം വയ്ക്കുന്ന രീതി കഴിഞ്ഞ 5 വർഷം വ്യാപകമായിരുന്നുവെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. സ്വജനപക്ഷപാതം ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും പടർന്നു പന്തലിച്ചതായിട്ടും ഇത് യഥാർത്ഥ കരാറുകാരെയും സംരംഭകരെയും നഗരസഭയിൽ നിന്ന് അകറ്റിയതായും നിരീക്ഷിക്കപ്പെടുന്നു. ഇത്തരം നടപടികൾ വഴി നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ഗുണനിലവാരമുള്ള സേവനങ്ങൾ ഇല്ലാതാവുകയും അഴിമതിക്കാരായ ഒരു വിഭാഗം ആളുകളുടെ കീശ വീർപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്ന് പുതിയ പരാതി ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ വെറും രാഷ്ട്രീയ നാടകങ്ങളായിരുന്നില്ലെന്ന് തെളിയിക്കേണ്ടത് BJPയുടെയും UDFൻ്റെയും അഭിമാന പ്രശ്നമാണ്. സമരമുഖത്ത് വി രാജേഷും ശ്രീകുമാറും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്നവർ എന്ന നിലയിൽ പുതിയ മേയർ ഈ പരാതിയിൽ സ്വീകരിക്കുന്ന നടപടികൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിയമത്തിന് മുന്നിൽ വരാത്ത പല രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരികയും കുറ്റക്കാരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് പുതിയ ഭരണസമിതിയുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമതാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയുടെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുൻപ് അട്ടിമറിക്കപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് പുതിയ ഭരണസമിതിയുടെ നീക്കം. ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ആവശ്യപ്പെടാനുള്ള നീക്കങ്ങളും അണിയറയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള CPMന് വലിയ തിരിച്ചടിയാവുമെന്നും നഗരസഭയിലെ അഴിമതികൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അറിവോടെയാണെന്ന ആക്ഷേപം ശക്തമാക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കാനും നഷ്ടപ്പെട്ട പൊതുപണം അത് തിരികെ പിടിക്കാനും അഴിമതിക്കാരെ പുറത്താക്കാനും പുതിയ മേയർ കാണിക്കുന്ന ആർജവം ഇവിടെ അഭിനന്ദനാർഹമാണ്. ഈ പരാതിയിന്മേൽ നടക്കാൻ പോകുന്ന അന്വേഷണങ്ങളും അതിൻ്റെ ഫലങ്ങളും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാവി വികസനത്തെയും അതോടൊപ്പം തന്നെ ഭരണ സുതാര്യതയും തന്നെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും എന്നതിൽ തർക്കമില്ല.